അമ്പലത്തിലെ വിളക്കായോണ്ട് തന്നെ ഞാനും അമ്മയും ചേച്ചിയും കൂട്ടിയിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോവാണ് കേട്ടോ. രാത്രി തീരെ ഉറക്കം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് എന്റെ മുഖം ഇങ്ങനെ പുലർച്ചെ 4 മണി 5 മണിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും കിടന്നുറങ്ങാറ്. ഇന്ന് ഉറങ്ങി എനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഒരു 3-4 മണിക്കൂർ മാത്രമാണ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവുക. പിന്നെ അമ്പലത്തിലേക്ക് വന്നില്ലെങ്കിൽ അമ്മയുടെ വായിലിരിക്കണതൊക്കെ കേൾക്കും. അതുകൊണ്ട് ഞാൻ വേഗം കുളിച്ച് പുറപ്പെട്ടു പോകുന്നു കേട്ടോ. കണ്ടാ എന്റെ കാലുമൊക്കെ നന്നായിട്ട് നീര് വന്നിട്ടാട്ടോ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വഴിപാടൊക്കെ ഷീട്ടാക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പൊ അമ്മയും ചേച്ചിയും കൂടിയിട്ടാണ് വഴിപാട് ഷീട്ടാക്കണേ. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ എല്ലത്തിരി മാത്രമായിട്ട് ഇവിടുന്ന് കത്തിക്കണേ. പിന്നെ അമ്മ എടുത്തേക്കണത് ചേച്ചിയുടെ സെറ്റുമുണ്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അമ്മ എന്തോ ഭാഗ്യത്തിന് ഈ ഒരു ബ്ലൗസ് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായി പ്രാർത്ഥിച്ച് എള്ളുതിരിയൊക്കെ കത്തിച്ചുട്ടാ. പിന്നെ കയ്യിൽ കിട്ടിയ ചുവന്ന കുറി അമ്മ നെറ്റത്താകെ വലിച്ചു വാരി തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയായിരുന്നു. പിന്നെ നെയ്യ് കുടിക്കേണ്ട കാര്യങ്ങളൊക്കെ കൗണ്ടറിൽ പോയി ചോദിച്ചു. പിന്നെ അമ്മയുടെ നാടായോണ്ട് തന്നെ അമ്മയ്ക്ക് ഇവിടെ എല്ലാവരെയും അറിയാം. അപ്പൊ ഓരോരുത്തരെ കാണുമ്പോൾ അമ്മ അവിടെ സംസാരിച്ചിക്കൂട്ടെ. ഞാനും ചേച്ചി അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കാണ്. പിന്നെ ഞങ്ങൾ വെറുതെ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ബലൂണും സാധനങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോക്കി നിന്നു കേട്ടോ. പിന്നെ അമ്മേനെ കാണാതെ ഇപ്പൊ ചേച്ചി വീണ്ടും അവിടെ ചെന്നിട്ട് അമ്മേനെ വിളിച്ചു വന്നിട്ടാ. അല്ലെങ്കിൽ അമ്മ ഇപ്പോഴും പോരില്ല, അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കൂട്ടാ. അങ്ങനെ ഞങ്ങൾ നേരെ ഇതേ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വിനീഷേട്ട അവിടെ നല്ല പണിയിലാണ് കേട്ടോ. നമ്മുടെ മതിലിന്റെ പണിയൊക്കെ ഏതാണ്ട് സെറ്റ് ആയിട്ടാ. എനിക്ക് വീട്ടിൽ ചെന്നൊന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള രീതിക്കാണ് ഞാൻ വരുന്നത്. അതിന് മുന്നേ എന്റെ മുടിയൊന്നും ഉണക്കണമായിരുന്നു. മുടി ആകെ നനഞ്ഞുണക്കണം. ഞാൻ വേഗം അമ്പലത്തിൽ പോയതായിരുന്നു. അങ്ങനെ ഡ്രയറൊക്കെ വെച്ച് മുടിയൊക്കെ ഒന്ന് ഉണക്കി. നമ്മുടെ തേജപ്പ് ഇതുവരെ എനിട്ടില്ല കേട്ടോ. അങ്ങനെ അവനെ പോയിട്ട് കുറെ വിളിച്ചു നോക്കി. അവൻ എനിക്കൊന്നൊന്നുമില്ല. പിന്നെ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ചപ്പാത്തി ഉണ്ട്, ദോശയുണ്ട് കേട്ടോ. പിന്നെ ഗ്രീൻ ബീൻസ് കറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 2 ചപ്പാത്തി ആദ്യം എടുത്തു. പിന്നെ ചേച്ചി ചൂട് കൊടുക്കണ ദോശ ചുട്ടേരാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്റെ ഫേവറേറ്റ് സ്പോട്ടിൽ ഇരുന്നിട്ട് ഞാൻ ചായ കുടിക്കാൻ കേട്ടോ. അപ്പൊ ചേച്ചിയാണ് എനിക്ക് ചൂട് കൊടുക്കണേ ദോശ ചുട്ടേരണേ. അമ്മ ഇതേ തൊട്ടപ്പുറത്ത് നിന്ന് അലക്കി വെളുപ്പിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ചേച്ചിയുടെ വൈറ്റ് പാൻറ്റൊക്കെ അവള് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അതൊരു ക്രീം കളർ ആയിട്ടുണ്ടായിരുന്നു. അത് വെളുപ്പിച്ച് അടങ്ങുന്നുള്ള രീതിക്കാണ് അമ്മ തല്ലി തിരുമ്പിയോണ്ട് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ തേജപ്പനെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങിട്ടാ. അങ്ങനെ ഉറങ്ങി എനിക്ക് നോക്കുമ്പോൾ ദാ നിൽക്കുന്ന അമ്മമ്മ വന്നിട്ട് ഞാൻ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് വിളിച്ചില്ല കേട്ടോ. അമ്മമ്മ വന്നിട്ട് കുറെ നേരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് TV കണ്ടു. ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനുണ്ടോ. അപ്പൊ പിന്നെ കൈ നോക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ജസ്റ്റ് കൈയൊക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ. അപ്പൊ കുറെ കറികളൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് രാവിലത്തെ ഗ്രീൻ ബീൻസ് കറി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ. സോഫയിലും അമ്മയും കൂടിയിട്ട് അവിടെ ഇരുന്ന് ചോറുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.